നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭംഗിയില്ലേ? സൂര്യന് മുമ്പിൽ നിൽക്കുന്ന ചന്ദ്രന് എത്ര ശ്രമിച്ചാലും ആ തേജസ് ഉണ്ടാവില്ലല്ലോ. സൂര്യന് മുന്നിൽ നിൽക്കുന്ന ചന്ദ്രനോ? അതെ, എന്റെ മുന്നിൽ നിൽക്കുന്നത് സൂര്യൻ, എന്റെ കയ്യിലിരിക്കുന്നത് ചന്ദ്രൻ. കവിഭാവനയൊക്കെ ഉണ്ടല്ലേ? ഇപ്പൊ പെട്ടെന്നുണ്ടായതാ, ആതിര മുന്നിൽ വന്ന് നിന്നപ്പോ. ആ, വേറൊരു കാര്യണ്ട്. നമ്മുടെ കല്യാണം അതിഗംഭീരായി നടത്താന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അതിലേക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? ആ, അത് പറഞ്ഞാ പിന്നെ സർപ്രൈസ് ഉണ്ടോ? ഇതിലുണ്ട് ആ സർപ്രൈസ്. നമ്മുടെ കല്യാണം ഗംഭീരായി നടത്താനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റാ. ആ, ഇപ്പൊ വേണ്ട, ഞാൻ പോയിട്ട് നിവർത്തിയാ മതി. ഓ, അയ്യോ അയ്യോ, എന്നെ കൊണ്ട് വയ്യേ. ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ട് വയ്യാന്ന്. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് പറ്റില്ലേ. അയ്യോ, എന്നെ കൊണ്ട് വയ്യേ. അയ്യോ, എന്റെ പൈസ നടക്കില്ല, നടക്കുന്ന പ്രശ്നമില്ല. ഉറക്കത്തില എന്തോ സ്വപ്നം കണ്ടതാ, ഒന്ന് തട്ടി വിളി. അയ്യോ ഹരീഷ്ണ, എന്തൊരു ലിസ്റ്റ് അത്. ഹരീഷ്ണ, വയ്യേ. അവനൊന്ന് വിളിച്ചു നോക്ക്. എന്താ വല്യേട്ട എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? എന്തൊരു നിലവിളിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പേടിച്ചുപോയി. എന്താ ഹരി ഇത്? എന്താ മോനെ നീ ഒന്നും മിണ്ടാത്തേ? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. നീ ഇങ്ങനെ കണ്ണും മെഴിച്ചിരിക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് പേടിയാവുക. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെങ്ങനെ തട്ടി വിളിച്ച് ബഹളം ഉണ്ടാക്കണോ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. അത് ശരി, ആദ്യം ഇപ്പൊ പ്രതിയായോ? ഏതൊരു ലിസ്റ്റിന്റെ കാര്യം നീ പറഞ്ഞല്ലോ. എന്ത് ലിസ്റ്റാ? ഏത് ലിസ്റ്റ്? സ്വപ്നത്തിൽ വന്നവള് 1 കിലോമീറ്റർ നീളത്തിലുള്ള ലിസ്റ്റ് എന്ന് ആകെ കോണാക്കി. നീ മനസ്സ് തുറന്ന് എന്തെങ്കിലും പറ മോനെ. ഞാനുണ്ടല്ലോ, കല്യാണ ചെലവിന്റെ ഒരു കണക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ആ കണക്കിന്റെ ലിസ്റ്റ് അങ്ങ് വലുതായി പോയി. സാരമില്ല അച്ഛമ്മേ, എല്ലാം ശരിയാവും. ശേഖര, എന്റെ കുട്ടി ആകെ പരിഭ്രമിച്ചിരിക്കുന്നു. സാരമില്ല മോനെ, അത് മാറും. അത് മാറുന്ന എനിക്കറിയില്ലേ. കാശിന്റെ കാര്യത്തിലും കണക്കിന്റെ കാര്യത്തിലും എന്റെ കഴിവിന് വേറെ വിസ്തരിക്കണോ? ഞാൻ ആരാ മോൻ? ആ, എല്ലാരും അപ്പുറത്തേക്ക് പോയട്ടെ. ഇവിടെ എങ്ങനെ നിന്ന് എന്റെ സമയം കൂടെ മെനക്കെടുത്തല്ലേ. ചെല്. ഇതെന്താ ഇത്? ഒരു ദുർനിമിത്തം പോലെ. എന്തെങ്കിലും ലക്ഷണം കാണിച്ചെന്നാണ് ഈ സ്വപ്നം. നിശ്ചയത്തിന്റെ അന്ന് വല്ല കുഴപ്പവും ഉണ്ടാവോ? നിശ്ചയം കലക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. സാധാരണ ഇക്കാര്യത്തിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പ്ലാൻ കിട്ടാറുള്ളതാ. ഇപ്പൊ മനസ്സാകെ ശൂന്യായിട്ട് കിടക്കുന്നു. ഇതെന്തൊരു കഷ്ടോ. ഈയിടെയായി എന്റെ ബുദ്ധി തീരെ വർക്ക് ചെയ്യാതായോ? ആ, കിട്ടും. സമയാകുമ്പോ ഗുരു കാരണവന്മാർ എന്തെങ്കിലും തോന്നിപ്പിച്ചു തരും. ശരിയാക്കണം, ഒക്കെ ശരിയാവും. ആരെ ശരിയാക്കുന്ന കാര്യമാ പത്മിനി? പറ, ആരെ ശരിയാക്കുന്ന കാര്യമാ? എത്തിയോ രണ്ടാളും? എപ്പ വന്നു? നീ ആരെയോ ശരിയാക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പ വന്നു. ആരെയാ നിനക്കിപ്പോ ശരിയാക്കേണ്ടത്? എന്തിലും എപ്പോഴും ഒരു വിപരീതം കാണൂല ശിവേട്ടന്. ഞാനിവിടെ ആതിരയുടെ വിവാഹ നിശ്ചയം നല്ല ഭംഗിയായിട്ട് നടത്തണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഇപ്പോഴൊക്കെ എനിക്ക് ഏതു നേരം അതാ മനസ്സില്. അല്ല, ശരിയാക്കണമെന്നല്ലേ പറഞ്ഞത്? അല്ലാതെ പിന്നെ തെറ്റാക്കണമെന്നാണോ പറയേണ്ടത്? എന്തിനാ ശിവേട്ടാ എപ്പോഴും എന്നെ കുറിച്ച് കുറ്റം മാത്രം വിചാരിച്ചോണ്ട് നടക്കുന്നത്? വരണമെന്ന് പറയുന്നതിന് പകരം പോണോന്ന് പറയുന്നവളാ നീ, അതുകൊണ്ട് പറഞ്ഞതാ.
ഒന്ന് നിർത്തച്ചാ. അമ്മ ഇപ്പൊ ഇവിടെ എന്ത് തെറ്റാ പറഞ്ഞത്? ആ ആ അങ്ങനെ ചോദിക്കേ. നിന്റെ കല്യാണ നിശ്ചയം മംഗളായി നടത്തണമെന്നൊരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അത് ഈ ശിവേട്ടന് പറഞ്ഞ മനസ്സിലാവില്ല. അമ്മയുടെ മനസ്സിപ്പോ പുറകോട്ട് തിരിയുന്ന ക്ലോക്ക് പോലെയാ. ഗോപികെ, അനാവശ്യ കാര്യത്തിൽ ഇടപെടല്ലേ. അതെ, നിന്റെ അമ്മയുടെ ബുദ്ധി അതിന്റെ വളഞ്ഞ വഴിയെ കൂടെ പോകും. അച്ഛൻ പിന്നെയും തുടങ്ങി. പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല മോളെ. എന്താന്ന് വെച്ചാ ആയിക്കോ. ഗോപികെ, നീ അടുക്കളയിലേക്ക് വന്നേ, കുറച്ച് പണിയുണ്ട്. എന്താ അച്ഛ ഇങ്ങനെ? ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാവില്ല. അവളാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുകയുമില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയാവും. മതി മതി, അച്ഛൻ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തേ. ചെല്ല്. അച്ഛാ, ആ, അതുപോലെ അമ്മ ന്യായീകരിക്കാൻ വന്നതാണോ? നിന്റെ മുമ്പിൽ വെച്ച് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മാത്രം എന്താ മോളെ മനസ്സിലാവാത്തത്? അല്ലെങ്കിലും ഈ ഇടയായി എപ്പോ നോക്കിയാലും അച്ഛൻ അമ്മയെ കുറ്റം പറയാനേ നേരമുള്ളൂ. എത്ര പറഞ്ഞാലും അവൾ നന്നാകാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം മോളെ. സഹിയിടുന്ന നേരത്ത് ചിലപ്പോ അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതാ. പിന്നെ നീ ഇപ്പോ നിന്റെ കല്യാണ കാര്യം മാത്രം ആലോചിച്ചാ മതി. ബാക്കിയൊക്കെ മുറ പോലെ നടക്കും. ആ, ഒരു കാര്യം പറയാനുണ്ട് അച്ഛാ. എന്താ മോളെ? ഞാൻ ഹരിച്ചേട്ടനെ വിളിച്ചായിരുന്നു. ആഹാ, അത് ശരി. ഹരി എന്തു പറയുന്നു? ഞാനങ്ങോട്ട് പറഞ്ഞു കല്യാണവും നിശ്ചയമൊക്കെ കേമായി നടത്തണമെന്ന്. ചേട്ടൻ അതൊക്കെ പരിപൂർണ സമ്മതാണ് അച്ഛാ. ആ, നന്നായി മോളെ, വളരെ നന്നായി. ശേഖരന്റെ മകനല്ലേ, അവൻ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. നിന്റെ ഭാഗ്യോ ഇതുപോലെ നല്ലൊരു പയ്യനെ നിനക്ക് കിട്ടിയത്. അതെ അച്ഛാ, ഹരിച്ചേട്ടൻ പറയുന്നത് കേട്ടപ്പോ എനിക്കും സന്തോഷായി. ആ, എന്റെ മോക്ക് എല്ലാ നന്മകളും ഉണ്ടാവും. ഹലോ, 100 ആയിസ ഹരിച്ചേട്ടന്. ആഹാ, 100 ആയുസോ? ഞാനപ്പോ പടുകിടവനായി പോയില്ലേ? അത്രയൊക്കെ താങ്ങാൻ കഴിയും എനിക്ക്. എന്താ താങ്ങിയ? തോളോട് തോൾ ചേർന്ന് പടുകിഴവിയായ ഞാനും ഉണ്ടാവുമല്ലോ. പിന്നെന്താ?